ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ എക്കാലത്തെയും ദ ബെസ്റ്റ് നായകൻ, ദി ബെസ്റ്റ് വില്ലൻ, എല്ലാം ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയുടെ 30 years കംപ്ലീറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. യെസ്, ലിൻഡോ കുര്യനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ ദേവാസുര മൂവിയുടെ 30 വർഷം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് മൂവി. ദൈവമേ, ശരിക്കും ഈ ഒരു മൂവിക്ക് ഒരു റിലീസ് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു. ആ സമയത്ത് ഒബിയസ്ലി നമുക്ക് തിയേറ്ററിലൊന്നും കാണാൻ പറ്റാത്തൊരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് ഒരു റിലീസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. യെസ്, ഈ പടത്തിന്റെ എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു ക്ലാസിക്കൽ സിനിമ, ലാലേട്ടന്റെ ഒരു ഗംഭീര സിനിമ എടുത്തു പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന സിനിമയാണ് ദേവാസുരം. കാരണം അതിൽ ലാലേട്ടന്റെ പെർഫോമൻസ്, രേവതിയുടെ പെർഫോമൻസ്, അത് കൂടാണ്ട് നമ്മളെ ഇന്നസെന്റ് ഏട്ടൻ ഒരു രക്ഷയില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു ക്യാരക്ടർ റോൾ അല്ലേ, എന്താ പറയുക, കോമഡി ഉണ്ട്, പക്ഷെ ആ ഒരു ഭയങ്കര ഇമോഷൻ എല്ലാം ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അത് കൂടാണ്ട് നെപ്പോളിയൻ, ദ ഗ്രേറ്റസ്റ്റ് വില്ലൻ. ആ അങ്ങനെ പറയുന്നതിനേക്കാളും കൂടുതൽ മുണ്ടക്കൽ ശേഖരൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, മുണ്ടക്കൽ ശേഖരൻ, അവരുടെ ഒരു തല്ല്, റൈവൽ അല്ലേ, അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് ആ സിനിമേൻ്റെ അകത്ത്. ശരിക്കും നമ്മളെ പ്രേക്ഷകരുടെ നമ്മൾ പറയില്ല, ആ സമയത്ത് പൾസ് അറിഞ്ഞെടുത്തൊരു സിനിമയെന്ന് തോന്നുന്നല്ലേ. ഇപ്പോഴും ആ പടം കാണുമ്പോൾ നമുക്ക് ആ ഒരു എൻഗേജ്മെന്റ് വല്ലാണ്ട് കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ കാരണം രഞ്ജിത്ത് എന്ന റൈറ്ററാണ്. അതുപോലെ തന്നെ ഐ വി ശശി എന്ന് പറയുന്ന അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പടമാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും എല്ലാം പൊളിയാണല്ലേ. എം ജി രാധാകൃഷ്ണനാണ് ഇതിന്റെ മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ SP വെങ്കടേഷ് സാറാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആ ഒരു 30 years ഓഫ് ദേവാസുരം ലിൻഡോ കുര്യനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം. റെഡി അല്ലേ? യെസ്. അങ്ങനെ വിശേഷപ്പെട്ടല്ലേ ഒന്നുകൂടെ അവസാനിച്ചു. മോനെ, എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഊർജാലി രാഷ്ട്രീയക്കാരെ കൂടെ സ്ഥലം മാറ്റി കളയാനൊന്നാവില്ല. ഒന്നളഞ്ഞ് പഠിക്കില്ലാട്ടോ. ഫ്യൂഡൽ മടമ്പി. ഈ ഡയലോഗ് ഭയങ്കര ഫേമസ് അല്ലേ. നിങ്ങളെപ്പോലൊരു ആഭാസം ഓ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണാം. അവളുടെ ശാപം അതാണ് എന്നെ നിലതെറ്റിച്ച് ചുഴറ്റി അടിച്ചത്. ഇതാ പെണ്ണ് ഇത്രയും നാൾ കണ്ടതല്ല, ശവങ്ങളായിരുന്നു. എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നിന്നെ ഞാൻ എന്റെ അടുത്ത് വരുന്നു. എന്ത് പടാല്ലേ. ഡയലോഗ്സ് ഭയങ്കര ഫയർ. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തളർന്നുപോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നത് മുണ്ടക്കിലെ വാതിൽ ചവിട്ടി തുറന്ന്. പവർഫുൾ ഡയലോഗ്സ്. എനിക്ക് ജീവിക്കണം, അതിന് തടസ്സം നിൽക്കാൻ നിന്റെ കൈകൾ ഉണ്ടാകരുത്. അതുകൊണ്ട് എന്റെ മുഖത്ത് നോക്കി പറയും, നീലാടവൻ ഭാനുമതി ഇല്ലാതെ പോകുന്നത് കേട്ടോ. ദേവനും അസുരനും ഒരേ സമയം. കോംബോയും രക്ഷയില്ലാത്ത കോംബോ കേട്ടോ. അതായത് ഓൾറെഡി ഒരു മാസ്റ്റർ പീസ് പടമാണ്. ആ മാസ്റ്റർ പീസ് പടത്തിന്റെ ട്രെയിലർ ഒന്നും നമുക്ക് ചിലപ്പോൾ പണ്ടത്തെ കാലത്ത് കാണാൻ പറ്റില്ല അല്ലെ, അറിയില്ല. അപ്പോ
നമ്മള് ലിൻഡോ കുര്യൻ ഒരു ഗംഭീര ട്രെയിലർ നമുക്ക് കാണിച്ചു തന്നല്ലേ. ശരിക്ക് ഒരു പുതിയ സിനിമ റിലീസ് ആവുന്ന രീതിയിലുള്ള ഒരു ട്രെയിലർ, ഒരു രക്ഷയില്ലാണ്ട് ഇതിന്റെ കട്ട്സും കാര്യങ്ങളൊക്കെ, ആ ഡയലോഗ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആ പവർഫുൾ ഡയലോഗ്സ് കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആവേശം വല്ലാണ്ട് കിട്ടുന്നുണ്ട്. ശരിക്കും ഒന്നും കൂടി ഒന്ന് സിനിമ കാണാൻ തോന്നുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. കാരണം ഇതിനകത്ത് ഈ ഒരു മൂവിയിൽ ജസ്റ്റ് ഓവർ ഡോസ് ഓഫ് മാസസ് മാത്രമല്ല, അല്ല ഇതിലുള്ളതെന്ന് വെച്ചാൽ ഇമോഷൻ ഉണ്ട്, കുറെ അധികം നല്ല മൊമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്ലൈമാക്സ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും ഈ ഒരു മൂവി തിയേറ്ററിൽ പോയി കണ്ട ആളുകൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല, അറിയില്ല. അപ്പൊ പക്ഷെ നമ്മളുടെ നോക്കുന്ന സമയത്ത് കാണാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ എങ്ങാനും നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇത് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുള്ള കഥകളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യുക. കാരണം നമ്മൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, അക്കാലത്തെ പ്രേക്ഷകർ എങ്ങനെയാണ് ഈ ഒരു മൂവിനെ തിയേറ്ററിൽ ഏറ്റെടുത്തത്. ആ സമയത്ത് ആരവവും സംഭവങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് ആ ഡയലോഗ് ഒക്കെ അടിക്കുന്ന സമയത്ത്. അത് മാത്രമല്ല ഇൻട്രോ സീനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേറെ ലെവൽ സംഭവം. ആ ഒരു സമയത്ത് 90s കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും പടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പറയില്ലേ, ജസ്റ്റ് നായകനെ ഒരു വെളുപ്പിച്ച് അലക്കിയെടുത്ത് ഫോമിലല്ല കൊണ്ടുവന്നിരിക്കുന്നത്. നായകനെ ഫസ്റ്റ് കംപ്ലീറ്റ് ഒരു എന്താ പറയാ ഒരു ചട്ടമ്പിയായിട്ട് കാണിച്ചിരിക്കുന്നത്. കാരണം വെച്ചാല് എല്ലാം ചെയ്യുന്ന അതുകൊണ്ടാണ് സ്വഭാവങ്ങളുള്ള ആഭാസ് എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, രേവതിനെ വിളിക്കുന്നുണ്ട്. നിന്നെ പോലെ ആഭാസന്റെ മുമ്പിൽ ഇനി ചെലങ്ക് കെട്ടി ഞാൻ ഇനി ചെലങ്ക് കെട്ടില്ല. ആ ഒരു ക്യാരക്ടറിന്റെ പാസ്റ്റ് സ്വഭാവം അങ്ങനെയാണ്. പിന്നീടാണ് മാനസാന്തരപ്പെട്ടിട്ട് ശരിക്കും ലാലേട്ടൻ എന്താ പറയാ, അതുകൊണ്ടാണ് ആ പേര് തന്നെ അവരിട്ട ദേവാസുരൻ അല്ലെ. കാരണം വെച്ചാല് അസുരനുമാണ് ദേവനുമാണ്. കാരണം അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടാവാൻ ഒരു വലിയൊരു കാരണം കൂടി ഉണ്ട്. അപ്പൊ ഈ മൂവി കണ്ടു കഴിയുമ്പോൾ ലാലേട്ടന്റെ ആ ഒരു ക്യാരക്ടർ എന്തുകൊണ്ട് അങ്ങനെ ആയി അല്ലെങ്കിൽ എന്തുകൊണ്ട് മാറ്റം വന്നു, എല്ലാ സംഭവങ്ങളും അവിടെ പറയാതെ പറയുന്ന കുറെ മൊമെന്റ്സ്. എനിക്ക് തോന്നിയേക്കണ ലാലേട്ടൻ ഇതിനകത്ത് കലിപ്പാകുമ്പോൾ നമുക്കും കലിപ്പ് വരും, ലാലേട്ടൻ ഒന്ന് സങ്കടപ്പെട്ട് കരയുമ്പോൾ നമുക്കും കരച്ചിൽ വരും. എല്ലാം ലാലേട്ടന്റെ കൂടെ ഒരു ജേണിയാണ്. ആ ഒരു മംഗലശ്ശേരി നീലകണ്ഠൻ, പ്രത്യേകിച്ച് ലാലേട്ടൻ എന്നല്ല, നമ്മൾ കൂടുതലും മംഗലശ്ശേരി നീലകണ്ഠൻ തന്നെ പറയാം അല്ലെ. കാരണം ആ ക്യാരക്ടർ അത്രയും ഇഷ്ടപ്പെടും, ആ ക്യാരക്ടറായിട്ട് വല്ലാണ്ട് കണക്ട് ആവും. അത് ലാലേട്ടൻ അത്രയും നന്നായിട്ട് ചെയ്തോണ്ടാണോ, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തേക്കണത്. എനിക്ക് തോന്നിയിരിക്കുന്നതെന്ന് പറയാം, ലാലേട്ടന് ഇപ്പൊ ഈ 2023 കുറ്റം പറയുന്ന ആളുകളെ കൊണ്ടിട്ട് ഈ പടങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അവരൊന്നും ഈ പടം കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പൊ കുറെ കമന്റുകൾ വരാറില്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പം ലാലേട്ടൻ ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് തോന്നുന്നത്. കാരണം ആ പടങ്ങളൊന്നും അവർ കാണാൻ സാധ്യതയില്ല പറയുന്നവരൊക്കെ. ഈ ദേവാസുരൊക്കെ ഏത് റേഞ്ചിലുള്ള സിനിമയാന്നുള്ളത് ഒന്നും പറയാണ്ട്. കാരണം നമുക്കൊന്നും ഈ സിനിമയെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിപ്പം ലാലേട്ടൻ മാത്രമല്ല കേട്ടോ, ലാലേട്ടന്റെ കൂടെ പെർഫോം ചെയ്ത എല്ലാവരും. ഇന്നസെന്റ് ഏട്ടനാണെങ്കിൽ, അതായത് ഇന്നസെന്റ് ഏട്ടന്റെ എടുത്തെടുത്ത് പറയേണ്ടതാണ് ആ ഒരു റോള്. ചില സമയത്ത് നമ്മളെ ചിരിപ്പിക്കും, ചില സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കും, കരയിപ്പിക്കും. ഏകദേശം ഒരു അച്ഛന്റെ റോളല്ല അതിനകത്തുണ്ടെങ്കിലും പക്ഷെ അച്ഛനെ പോലെയാണ് നമുക്ക് തോന്നും. ഇന്നസെന്റ് ഏട്ടൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നന്നായനെ നമുക്കും തോന്നിപ്പോകും. കാരണം വെച്ചാല് ചെറിയ ചെറിയ കോമഡി ഒക്കെ പറഞ്ഞ് അതിന്റെ കൂടെ തന്നെ നമ്മളെ ആശ്വസിപ്പിക്കേണ്ട സമയത്ത് ആശ്വസിപ്പിക്കും, വഴക്ക് പറയേണ്ട സ്ഥലത്ത് വഴക്ക് പറയും, എല്ലാം ചെയ്യുന്ന ഒരു ക്യാരക്ടർ. പിന്നെ ഒടുവിൽ കൃഷ്ണൻ ചേട്ടൻ ഈ പടത്തിലുണ്ട്, ആ റോളും ചെറുതായിട്ട് വന്നിട്ട് ചെയ്യുമ്പോഴും ഭയങ്കര ആ ഒരു ക്യാരക്ടർ വല്ലാണ്ട് നിൽക്കും. എനിക്കൊന്നും ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടറും അങ്ങനെയാണ്. ഈ മൂവിയിലെ എല്ലാ എലമെന്റ്സും നമ്മുടെ ഹൃദയത്തിലേക്ക് കേറുന്ന രീതിയിലാണ് ഇതിന്റെ ഡയറക്ടർ വെച്ചിരിക്കുന്നത്. യെസ്, ഐ വിശ്വസി സർ ഒരു രക്ഷയില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെ റിലീസ് വന്നാൽ നമ്മൾ എന്തായാലും പോയി കാണുന്നതായിരിക്കും. പഠിക്കാൻ പോലെ നമ്മളൊന്നും കൂടി കാണും. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും